ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളുമാണ്. അപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര പൊടിച്ചെടുത്തത് 1 കപ്പ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 250 ml ഒരു കപ്പിന് ആണ് കേട്ടോ ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ 2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയും വേണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അധികം ഡാർക്ക് കളറിലുള്ള ശർക്കര അല്ല കേട്ടോ. അങ്ങനെയുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കുക, എന്നാൽ കാണാൻ ഒന്നുകൂടെ മൊഞ്ചായിട്ടിരിക്കും ഈ ഒരു വിഭവം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആ ചൂടോട് കൂടെ തന്നെ ഒരു അരിപ്പയിലൂടെ സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പം ചൂടോട് കൂടെ ഇരിക്കുമ്പോൾ സ്റ്റീലിൻ്റെ സ്ട്രെയിനർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അത് ഒന്നങ്ങ് തണുത്തോട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കടലമാവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കടലമാവ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി മാത്രമായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ കടലമാവ് കൂടി ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ശർക്കര പാനി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം, ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് നോക്കുകയാണ്. എത്ര വേണമെന്ന് കറക്റ്റ് ഞാൻ പറയാം. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്ത് നോക്കാം. ഒരുപാട് അങ്ങ് ലൂസായിട്ടുള്ള ബാറ്റർ ആവരുത്, കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ വേണം നമുക്ക് കിട്ടാൻ വേണ്ടി. എന്നാൽ ഒരുപാട് അങ്ങ് തിക്കാവുകയും വേണ്ട. അപ്പോൾ ഇത് 1/4 കപ്പ് ശർക്കരപ്പാനിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അത്രയും മതി. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത്. അപ്പോൾ ഇതന്നെ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത ഈ ഒരു പൊടിക്ക് 1/4 കപ്പ് കറക്റ്റാണ്. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് 250 ml തന്നെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 1/2 കപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ചൊവ്വരി ഉണ്ടല്ലോ, ചൊവ്വരി ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കുതിർത്ത ശേഷമല്ല, കുതിർക്കുന്നതിന് മുന്നേ 3 ടേബിൾ സ്പൂൺ. അപ്പോൾ അത് ഈ ഒരു തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് വെന്ത് വരെ എങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു വൈറ്റ് കളറൊക്കെ പോയിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കൊന്നുമില്ല, ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെന്ത് വരും. അപ്പോൾ അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഈ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെയുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, ചട്ടക ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ഡ്രോപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്, ഇതുപോലെ മുത്തുമണി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് അടിയിലേക്ക് ഇങ്ങനെ വീഴുന്ന രീതിയിൽ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം കുറവാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബാക്കി ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തത്തിൽ. അപ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് വേണം ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുക, ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബാറ്റർ. അപ്പോൾ ഈ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് പിന്നീട് ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താലും മതി കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത് ശർക്കരപ്പാനി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് വേണം ഇതിങ്ങനെ ആക്കി കൊടുക്കാൻ. വേറൊരു സ്പൂൺ വെച്ച് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെറിയ മുത്തുമണികൾ പോലെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ വീഴും. അപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞി പിടിപ്പായസമൊക്കെ ഉണ്ടാക്കുമല്ലോ, ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഈ രീതിയിൽ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണി ലാഭമാണ്. പെട്ടെന്ന് തന്നെ പണി കഴിയുകയും ചെയ്യും. ഇതുപോലെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുകയും ചെയ്യും, എന്നാൽ പണിയൊന്നുമില്ല. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിലിട്ടിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ കുക്കായി വന്നോട്ടെ. അപ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം കണ്ടോ, ഒരു നമുക്കിപ്പോൾ അടപ്പായസമൊക്കെ കഴിക്കില്ല, ആ രീതിയിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 2.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 2.5 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ പാലാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. തേങ്ങാപ്പാലാകുമ്പോൾ വല്ലാതെ തിളപ്പിച്ചെടുക്കരുത്. തേങ്ങാപ്പാലാകുമ്പോൾ 2.5 കപ്പ് വേണമെന്നില്ല, 2 കപ്പ് ചേർത്താലും മതി, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പോൾ പാലായതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് തന്നെ ഇതിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്, എല്ലാം നല്ല കമ്പൈനായിട്ട് വരാൻ വേണ്ടിയിട്ട്.
ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് ആ ഒരു പായസത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഗോതമ്പിൻ്റെ സംഭവങ്ങളും പാലും എല്ലാം കൂടെ ഒന്ന് കമ്പൈനായിട്ട് വരണമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പോയി കിടക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. സംഭവം ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കളറില്ലാത്തത് ശർക്കര കളറില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ശർക്കര നല്ല കളറാണ്, കുറച്ചുകൂടെ ഡാർക്ക് കളറായി ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ ഒക്കെ ആ ഒരു കളറായിട്ട് നമുക്ക് കിട്ടും. ഇതൊരു വൈറ്റ് കളറിലാണ് നിൽക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പായസത്തിന്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ടെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങാ കൊത്തും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് തേങ്ങാ കൊത്തിട്ട് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാ കൊത്ത് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഏകദേശം ഒന്നായി വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഏകദേശം ഒന്നായി വരുന്ന സമയത്ത് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പായസത്തിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടം ഇപ്പോൾ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പായസം റെഡിയാക്കി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ വീട്ടിലൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ FB പേജിലാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്